Hello everyone, this is the part 2 of Ariyadi dance tutorial. Part 1-ൽ നമ്മളൊരു ഹാഫ് ഓഫ് ദി കോറിയോഗ്രഫി കവർ ചെയ്തിരുന്നു. പാർട്ട് 1 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ സെക്കൻഡ് ഹാഫാണ് പഠിക്കുക. ഇതും നമ്മൾ കൗണ്ട്സ് വെച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. The whole video is flipped. So my right is your right and my left is your left. ഇതുവരെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പഠിച്ചത്. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് പഠിക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളുടെ പകുതി പൂക്കുന്ന പാരിജാത ആ സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് ഇതുപോലെയാണ് കൈ പോവുക. അപ്പോൾ ആദ്യം നമ്മളുടെ റൈറ്റ് ഹാൻഡ് പോപ്പ് ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ ഫ്ലവർ പോലെ. പിന്നെ ലെഫ്റ്റ്, പിന്നെ രണ്ട് കൈയും കൂടി കൂട്ടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് മുകളിലൊരു ഫ്ലവർ ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ആ ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിസ്റ്റ് നമ്മളിങ്ങനെ എല്ലാ ഡിറക്ഷനിലേക്കും ആയിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഒരു ഹാൻഡ് മാത്രം ഫോക്കസ് ചെയ്യുക. കണ്ടോ, ലെഫ്റ്റ് ആദ്യം സൈഡ് മുകളിലേക്ക് പോയി, പിന്നെ സൈഡിലേക്ക് വന്നു, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ. ഓക്കെ, ഒരു ഹാൻഡ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്താൽ മതി, അപ്പോൾ കൺഫ്യൂഷൻ കുറഞ്ഞു കിട്ടും. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ ഒന്നും കൂടി ചെയ്യുക. കണ്ടോ, ഇതുപോലെ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക എല്ലാ ഡയറക്ഷനിലേക്കും. അപ്പോൾ ഇത് സെയിം മുകളിലും ചെയ്യുക, ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഈ ട്വിസ്റ്റ് ചെയ്ത് ഫ്ലവർ ഓപ്പൺ ആക്കുന്ന സ്റ്റെപ്പ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മളുടെ നേരെ തലയുടെ മുകളിൽ കൈ വെച്ചിട്ട് റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്ലവർ ഓപ്പൺ ആക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ സൈഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതിഷ്ടം അത് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഫ്ലവർ ഓപ്പൺ ആക്കി ട്വിസ്റ്റ് ചെയ്യുക, ഓപ്പൺ. ഇനി അവിടുന്ന് നമ്മളുടെ കൈ ഇതുപോലെ ഒരു ബേർഡിൻ്റെ രീതിക്ക് പിടിച്ചിട്ട് ഇതുപോലെ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, കൈ ഇങ്ങനെ ക്രോസ് ചെയ്യുക, തമ്പ് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും, ചിറക് പോലെ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ ചിറകടിച്ച് കൊണ്ടുപോകുന്ന പോലെ ആക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം. നമ്മളുടെ കാല് ഇതുപോലെ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ലെഫ്റ്റ് ഹാൻഡ് ആദ്യം ചെസ്റ്റിൻ്റെ മുകളിൽ, റൈറ്റ് താഴെ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നേരെ അതിൻ്റെ പൊസിഷൻ തിരിക്കുക, മുകളിൽ നിന്ന് താഴത്തേക്ക്. കണ്ട, ഒരു ഹാൻഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അപ്പോൾ മറ്റേത് തന്നെ പൊക്കോളും. ഓക്കെ, ഇതുപോലെ. അപ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ആ സ്റ്റെപ്പിൻ്റെ ഒരു ഭംഗി വരിക. നമുക്ക് ആ പ്രാവിൻ്റെ സ്റ്റെപ്പോട്ട് ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ മുകളിൽ നിന്ന് 1 2 3 and 4 കിട്ടിയില്ലേ? ഇനി ഇവിടുന്ന് 5 6. അപ്പോൾ ഈ സ്റ്റെപ്പിന് വേണ്ടി കൈ രണ്ടും താഴത്തേക്ക് ഫേസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. തൃപ്പതാക മുദ്ര പിടിച്ചിട്ട് താഴത്തേക്ക് ഫേസ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് സ്വിങ് ചെയ്യുക. ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് ചെയ്യരുത്, പയ്യെ. കണ്ട, ഇതുപോലെ 1 2. നമ്മളുടെ കാല് ഇതുപോലെ പോവും, റൈറ്റ് ലെഗ് സ്ട്രെയിറ്റ്, പിന്നെ ലെഫ്റ്റിൻ്റെ ബാക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ 1 2. ഓക്കെ, ഇനി 3 and 4. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൈ നേരെ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക, ഡോളയിലോട്ട് വരാം. ഓക്കെ, നമ്മളുടെ ബോഡി ഫുള്ള് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഒരു ഏകദേശം ഹാഫ് മുകളിൽ നിന്ന് കൈ ഉള്ളിലേക്ക് എടുക്കുക, താഴത്തേക്ക് കൊണ്ടുവരാം ഡോളയിൽ. കാലെങ്ങനെയാണ് പോകാമെന്ന് വെച്ചാൽ, ബാക്കിലിരിക്കുന്ന റൈറ്റ് ലെഗ് ഇതുപോലെ ബെൻഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുക, ഫ്രണ്ടിലോട്ട് വെക്കുക. ഓക്കെ, ലെഫ്റ്റ് ലെഗിൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. കണ്ടോ, ഇതുപോലെ ഹീൽസ് ലിഫ്റ്റ് ചെയ്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 1 2, അത് കഴിഞ്ഞിട്ട് 1 2 3 and 4. കണ്ടില്ലേ? ഇനി 5 6 7 8. വീണ വായിക്കുന്ന പോലെയാണ് ചെയ്യാൻ. അപ്പോൾ കൈ ഇവിടുന്ന് ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക്, റൈറ്റ് താഴെ. ഞാൻ മുദ്രാസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മളുടെ ഇപ്പോൾ ലെഫ്റ്റ് ലെഗല്ലേ ബാക്കിലിരിക്കുന്ന, ആ ബാക്കിലിരിക്കുന്ന ലെഗ് റൈറ്റ് നേരത്തെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് റൈറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഇതുപോലെ. നീസ് ബെൻഡ് ചെയ്ത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം.
എന്നിട്ട് ആ വീണ വായിക്കുന്ന രീതിക്ക് അങ്ങനെ ചെയ്യുക. അതും ഇങ്ങനെ ഭയങ്കര സറ്റിലായിട്ട് ചെയ്താൽ മതി, എക്സാജറേറ്റ് ചെയ്ത് ചെയ്യരുത്. ഇനി നമുക്കെല്ലാം ഒന്നും കൂടി ചെയ്ത് നോക്കാം ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കേട്ടോ. 1 2 3 4 5 6 7 8. ഇനി ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സമത്തിൽ നിൽക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരക്കുക റൈറ്റ് ഹാൻഡും കൊണ്ട്. ലെഫ്റ്റ് ഇങ്ങനെ ഡോളയിലിടുക, റൈറ്റ് ഇതാ ഈ മുദ്രയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ വരക്കുക. എസ് പോലെയോ അങ്ങനെ ഒരു സിഗ്സാഗ് ലൈനോ അതുപോലെ ചെറുതായിട്ടൊന്ന് വരക്കുക. ഇതാ ഇതുപോലെ. എന്നിട്ട് ടേൺ ചെയ്യുക, നമ്മളുടെ ഫൈനൽ പോസിലോട്ട് പോവാം. ഓക്കെ, ഫൈനൽ പോസ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഹാൻഡ്സ് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കുക. ഇതാ റൈറ്റ് താഴെയും ലെഫ്റ്റ് മുകളിലായിട്ടും കണ്ടോ, ഒരുമിച്ച് വേണം എടുക്കാൻ. ലെഗ് റൈറ്റ് ലെഗ് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക, ഹീൽസ് പൊന്തിച്ച് വെച്ചാൽ മതി. ഇതാ ഇതുപോലെ ലെഫ്റ്റിലോട്ടൊന്ന് ബെൻഡ് ചെയ്യുക, ടിൽറ്റ് ചെയ്യുക ബോഡി. അത് കഴിഞ്ഞതാ കൈ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വേണം എടുക്കാൻ, കാല് പൊക്കുന്നതും ടിൽറ്റ് ചെയ്യുന്നതും കൈ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഒരുമിച്ച്. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ടേൺ ചെയ്യുക, ഫൈനൽ പോസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. 5 6 7 8 1 2 3 4 5 6 7 8 1 2 ആൻഡ് ഫൈനൽ പോസ്. ഇനി നമുക്ക് കൗണ്ട്സ് യൂസ് ചെയ്ത് ബിഗിനിങ് തൊട്ട് ചെയ്യാം. 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 ടേൺ ഫൈനൽ പോസ്. ഞാൻ ഈ ഹോൾ കോറിയോഗ്രാഫി 0.75x സ്പീഡിലും നോർമൽ സ്പീഡിലുമായിട്ട് ഓൾറെഡി യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് കണ്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് യൂട്യൂബ് ഷോർട്സിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് കമൻറ്റായിട്ടോ DM ആയിട്ടോ പറയാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.